എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഗാർഡൻ വ്ളോഗ് കാണാം കേട്ടോ. കുറേ നാളായിട്ടോ ചെടികളൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെച്ചിട്ട് ആകെ കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി പോകുന്നതിന് മുമ്പ് അവളെ പിടിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് ശരിയാക്കണം. അവളാവുമ്പോൾ അത്യാവശ്യം ഐഡിയാസ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കി തരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചെടികൾ ഇരിക്കുന്ന അവസ്ഥാന്തരം ഒന്ന് കാണാം. കുറേ പ്ലാന്റുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെയിലൊക്കെ വന്നതോട് കൂടിയിട്ട് ആകെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് മൊത്തത്തിൽ റെഡിയാക്കി എടുക്കണം. പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ ഭംഗിക്കുറവായിട്ട് തോന്നില്ലെങ്കിലും നമ്മൾ കണ്ട് നമുക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഇടയ്ക്കൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ കുറേ പ്ലാന്റ് പുതിയത് വാങ്ങിയപ്പോൾ അതൊന്ന് ഒതുക്കി അങ്ങനെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയും വെച്ചിട്ടും കുറേ വൃത്തികേടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി എടുക്കണം. ഏകദേശം ഒരു മാസമായിട്ടോ ഞങ്ങൾ ഈ പ്ലാനിങ് തുടങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട്. അവൾ വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. പിന്നെ കുറച്ച് എനിക്കും മടി വരും, കുറച്ച് അവൾക്കും മടി വരും, പിന്നെ കുറേ കറങ്ങാൻ പോവും. അങ്ങനെയൊക്കെ പോയി സമയമായി തുടങ്ങി അവൾക്ക് പോവേണ്ടത്. അപ്പോൾ ഇപ്പോൾ കൈയോടെ ഒതുക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒതുക്കാനായിട്ട്. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഗാർഡനിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒതുക്കാനായിട്ട്. വന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത്. കാരണം അത്യാവശ്യം നല്ല പണിയുണ്ട് ഇത് ഒതുക്കി പെറുക്കാനായിട്ട്. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മുന്നിൽ കാണുന്നത് മാത്രം നോക്കിയിട്ടാണ് വില എത്തിയത്. പക്ഷെ ബാക്കിലേക്കും ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഒടുക്കി പെറുക്കി വരേണ്ട അവസ്ഥ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും ഉണ്ണി അമ്മയും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞങ്ങൾ തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഒക്കെ അങ്ങോട്ട് ചെയ്തു പോവും. അപ്പോൾ കുറേ കൂട്ടിന് ആളുണ്ടെങ്കിൽ നമുക്കും പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടാവില്ല. നമ്മളും ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ബാക്കി സൈഡിൽ നിന്ന് ഒതുക്കി തുടങ്ങാമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പ്ലാൻ അങ്ങോട്ട് മാറ്റി ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടികൾ നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് വെക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷനായി ആകെ വട്ടാവും. അപ്പോൾ മൊത്തത്തിലുള്ള ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാണ് കേട്ടോ. പിന്നെ ഒരേ ടൈപ്പ് ഓഫ് ചെടികളൊക്കെ ഒരുമിച്ച് വെച്ച് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിലെല്ലാ ചെടികളും എടുത്ത് നമുക്ക് സുനിമയുടെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. ഇത് എടുത്തു മാറ്റാൻ ഇത്തിരി ടാസ്ക് പിടിച്ച പണിയാണ്. കാരണം ചില ചട്ടിയൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിയും ഉണ്ട്, അമ്മയും ഉണ്ട്, ഞാനും ഉണ്ട്. അതുകൊണ്ട് ഓരോ ഓളത്തിന് അങ്ങോട്ട് ചെയ്ത് പോവാം നമുക്ക്. കുറച്ച് ചെടി ഞാനും കുറച്ച് ചെടി ഉണ്ണിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാനും ഉണ്ണീനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവും. ചെറിയ രീതിയിൽ നനവുണ്ട് എങ്കിലും പൊടി ഉണ്ടാവും. പൊടി വന്നു കഴിഞ്ഞാൽ തുമ്മലായിരിക്കും കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ദേണ്ട ഒരു ഐറ്റം ഇരിക്കുന്നത്. നല്ല റെഡ് കളറുള്ള ഒരു തവള കേട്ടോ. എവിടേക്ക് പോയെന്ന് അറിയില്ല, ചാടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരൊറ്റ ചാട്ടത്തിന് ആളെ കാണാനില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. പിന്നെ അതേ പാപ്പക്കുട്ടൻ ഇരിക്കുന്ന കണ്ടോ. ഞങ്ങളിത് ഒതുക്കി തുടങ്ങിയപ്പോൾ മുതൽ അവൾ തുടങ്ങിയതാണ് കേട്ടോ അവളുടെ കരച്ചിൽ. പിന്നെ ഉണ്ണിപ്പോയി 4 ചീത്ത പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം വന്നിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. ഈ ഇരിപ്പിൽ ഞങ്ങളെന്തോ കാര്യമായിട്ട് എന്തോ ചെയ്യാമെന്നാണ് മുപ്പത്തിയാരുടെ വിചാരം. ആൾക്കും വരണം, എന്ത് ചെയ്യുകയാണെങ്കിലും വരണം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൾക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഉണ്ണി വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഉണ്ണിയുടെ മുട്ടിൽ നിന്ന് മാറാനേ പറ്റത്തില്ല. അവളെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ പുന്നാരിക്കാനൊന്നും പോയില്ല കേട്ടോ. കുറച്ച് നേരം നോക്കി നിന്നിട്ട് ആളെന്നെ പോയി ഒരു സൈഡിൽ കിടന്നു. പിന്നെ അവിടെ കുറച്ച് പുല്ല് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സൈഡിൽ. അതൊക്കെ പറിച്ചെടുത്ത് പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര അവൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഞാൻ റെസ്റ്റിന് പറഞ്ഞു വിട്ടു കേട്ടോ. കാരണം അങ്ങനെ ചെയ്ത് പോയില്ലെങ്കിൽ ശരിയാവില്ല. എല്ലാം കൂടി വലിച്ചു വലിച്ചതിൽ നടക്കില്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ ഗാർഡൻ ഒതുക്കുന്ന സമയത്ത്. പിന്നെ നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്ന ശംഖുപുഷ്പമുണ്ട്. അത് ഞങ്ങൾ കംപ്ലീറ്റ് വെട്ടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം അതിന് മിലിമുട്ട വന്നിട്ടുണ്ട്. മിലിമുട്ട വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഇപ്പം എൻ്റെ മൊത്തം ചെടികളിലേക്ക് അത് ബാധിക്കും. അതുകൊണ്ട് വേഗം തന്നെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. പിന്നെ വെട്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിൽ നിറച്ച് പുഴുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെട്ടിക്കളഞ്ഞത് നന്നായി. പിന്നെ ശംഖുപുഷ്പം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിച്ച് വരും കേട്ടോ. പെട്ടെന്നാണ് ഇവരുടെ വളർച്ച. അതുകൊണ്ട് പിന്നെ വലിയ സങ്കടമൊന്നുമില്ല. അങ്ങോട്ട് അറിഞ്ഞും മുറിഞ്ഞ് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ആ സൈഡ് ക്ലീൻ ചെയ്ത് പിന്നെ നേരെ പോയത് മതിലുമേലിക്കാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ തിരിച്ചു വിളിച്ചു. ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യാന്നിട്ട് നമുക്ക് മതിലുമേലിക്ക് പോകാമെന്ന്. പിന്നെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേയും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരൊറ്റ റോയായിട്ട് ക്ലീൻ ചെയ്ത് പോകാനാണ്. ഈ മുക്കിലാണെങ്കിൽ നമ്മുടെ തൊരപ്പൻ കൂട് കൂട്ടിയിട്ടാണ് മാന്തിയിട്ടാണോ എന്നറിയില്ല കേട്ടോ. നിറച്ച് കുഴിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കാനുണ്ട്. എപ്പോഴും അതാട്ടോ ഈ ഒരു സൈഡിൽ എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. നമ്മളിത് ക്ലീൻ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അവർ നാളെ ഇതിനപ്പുറമായിട്ട് തന്നെ കുഴി കുത്തിയിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ സമാധാനത്തിന് നമുക്ക് വെട്ടി വെളുപ്പാക്കി വിടാം. അത്ര തന്നെയുള്ളൂ കേട്ടോ. നിറച്ച് പെരിച്ചാഴി തൊരപ്പനൊക്കെയാണ്. പിന്നെ ആദ്യം തന്നെ ഇത് ചോര കണ്ടിട്ടുണ്ട് കേട്ടോ. റോസ പിടിച്ച് വലിച്ചതാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി ഫ്രണ്ടിലോട്ടാക്കാം. ഞങ്ങളവിടെ ഫ്ലവറിങ് പ്ലാന്റ് വെക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്ക് സൈഡിൽ അമ്മ കുറച്ച് കുത്തി പിടിപ്പിച്ചിട്ടുണ്ട് ബോൺസായുടെ തൈകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മുന്നിലോട്ട് മാറ്റാം.
ഇതിവിടെ ഈ തിക്കിലിരിക്കുന്ന കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ വെയിലൊന്നും അധികം പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ അവൾ ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ചട്ടികളൊക്കെ അവൾക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. അവൾ നേരെ പാപ്പൂസിൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ പാപ്പൂസിന് ഒരു മൈൻഡും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ പോസിങ് ആണ് കേട്ടോ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫോട്ടോ എടുക്കലൊക്കെ. നമുക്ക് പാപ്പൂസിൻ്റെ കൂടെയുള്ള കളിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. കാരണം എപ്പോഴും ഇതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊരു റിലാക്സേഷന് വേണ്ടി അവളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇത് വെച്ചപ്പോൾ ബാക്കിലിരുന്ന് അതേ ഭംഗി തോന്നിയില്ല കേട്ടോ. എന്തോ ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ഫീല് തോന്നുന്നുണ്ട്. അപ്പം എന്താ പിന്നെ അതങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഉണ്ണി കുറേ നേരം നിന്ന് ആലോചിച്ചു കേട്ടോ എവിടേക്കും അത് മാറ്റാമെന്ന്. പിന്നെ എന്തായാലും ഇവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം ബാക്കിലിരുന്ന് അത് ഭംഗി അവിടെ തോന്നുന്നില്ല. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ്ങിന് ഇറങ്ങിയ വശം അമ്മേനെ വിളിച്ചപ്പോൾ ഞാൻ വരണ് കുടുംബശ്രീ എന്ന് പറഞ്ഞു പോയ ആള് ഏകദേശം 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടുള്ളത്. എന്നിട്ടും വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, അവിടെ നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ വെക്കാൻ ഭംഗിയുള്ള കുറച്ച് ഇലച്ചെടികൾ പെറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അവൾ എന്തായാലും ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ചെടിയെങ്കിലും എടുത്തു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, അല്ലെങ്കിൽ അവൾ മാത്രം ഒതുക്കലിൽ പെടും. ഈ ക്ലീനിങ് വ്ളോഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും നല്ല മൂഡിലിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മടുക്കും ഈ ഒരു പരിപാടിയൊക്കെ. കാരണം ആദ്യത്തെ ഉത്സാഹമൊന്നും കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ നമുക്ക് ഗാർഡനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അത്യാവശ്യം റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ വെച്ച് ഭംഗിയുണ്ടോയെന്ന് നോക്കി മാറ്റി ഒക്കെ ചെയ്യണം. അതുകൊണ്ട് നല്ല മൂഡിലും നല്ല സ്വഭാവത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വക പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും ഒതുക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അത് ഏത് ക്ലീനിങ് ആയാലും അതെ കേട്ടോ. നമ്മൾ അത്യാവശ്യം സമയം എടുത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗാർഡനിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കുറേ സമയം ഞങ്ങൾ ഇരുന്നും കിടന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ തമാശ പറയും, കുറേ ചിരിക്കും, കുറേ കളിക്കും, പാപ്പൂസിൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെ കുറേ സമയം നമുക്ക് അങ്ങനെയും പോകുന്നുണ്ട്. എങ്കിലും ഇത്തരം റിലാക്സേഷനൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ക്ലീനിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഗാർഡൻ ക്ലീനിങ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗാർഡനിലോട്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് സ്നേക്ക് പ്ലാന്റുകൾ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഇലച്ചെടികൾ വെക്കാമെന്നാണ്. പിന്നെ അത് മാറ്റി സ്നേക്ക് പ്ലാന്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഓരോ വെറൈറ്റി വേണ്ടേ. എനിക്ക് ഈ പൂച്ചെടികളെക്കാളും കുറേ ഇഷ്ടം ഈ ഇലച്ചെടികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ കുറേ ഇലച്ചെടികളാണ് ഉള്ളത്. എപ്പോൾ നഴ്സറി പോയാലും പൂച്ചെടികളേക്കാൾ കൂടുതൽ എൻ്റെ കണ്ടുപോയ ഇലച്ചെടികളിലോട്ടാണ്. നമ്മൾ മൊത്തത്തിൽ മാറ്റാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ നിന്നിട്ട് ഇവർക്ക് ഒരു ഉഷാറുമില്ല, പിന്നെ കുറേ വാടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് മണി പ്ലാന്റ്സിനെ അങ്ങോട്ട് മാറ്റിയെടുക്കാം. കാരണം കുറേ നാളായിട്ടോ നട്ടു കൊടുത്തിട്ട്, എന്നിട്ട് ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുകയാണ് അവരവിടെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അത് തല്ലിയിലേ അവസാനിക്കുള്ളൂ കേട്ടോ. മണി പ്ലാന്റ് ഒതുക്കി ഞാനും അമ്മയും കൂടി തല്ലോടി ഒരു വശമായതുകൊണ്ട് തന്നെ ഉണ്ണി വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മേനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് ഉണ്ണി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചട്ടി കൊണ്ടുകൊടുക്കൽ മാത്രം ചെയ്തു. എനിക്കമ്മയ്ക്കാണ് കേട്ടോ വീട്ടിൽ ചെടികളോട് ഇത്ര ഇഷ്ടമുള്ളത്. ഉണ്ണിക്ക് ഇഷ്ടമാണ്, എങ്കിലും ഞങ്ങളുടെ അത്ര ഭ്രാന്തില്ല. പക്ഷെ ഒതുക്കി തുടങ്ങിയപ്പോഴാണ് മക്കളെ മനസ്സിലായത്. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പണിയാണ്. കാരണം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഈ പ്ലാന്റുകൾ മൊത്തം എടുത്തിട്ട് ക്ലീൻ ചെയ്യലില്ല. ഓരോ ഭാഗമായിട്ട് ചില ചെടികളൊക്കെ എടുത്തിട്ടാട്ടോ ക്ലീൻ ചെയ്യാറുള്ളത്. തുടങ്ങിയപ്പോൾ ആകെ വട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് കൊണ്ടുവന്ന് അങ്ങടെ നിരത്തി. പിന്നെയാണ് മനസ്സിലായത് ഇത്തിരിച്ച് എടുത്ത് ചെയ്താൽ മതിയായിരുന്നു എന്ന്. ഇനിയിപ്പോൾ ഇത് മൊത്തം കഴിയാണ്ട് കയറാനും പറ്റില്ല. ആകെ വല്ലാത്തൊരു അവസ്ഥാന്തരത്തിൽ പെട്ടുപോയി കേട്ടോ. പിന്നെ എത്രയൊക്കെ എന്ത് കാര്യത്തിനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും മടി എന്ന് പറയുന്നത് എല്ലാവർക്കും മനുഷ്യ സഹജമായ കാര്യമാണല്ലോ. അതുകൊണ്ട് അതിനൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തുള്ള എല്ലാ മണ്ണും ഇങ്ങനെ ഒഴുകി റോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ, ആ വഴി കൂടെ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. മുറ്റത്തൊന്നും ഒരു തുള്ളി മണ്ണില്ല, ഒക്കെ കല്ലാണ് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ്റെ കൂട്ട് ഒരു സൈഡ് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മണ്ണ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും അമ്മയും പോയിട്ട് മണ്ണെടുക്കാണ് കേട്ടോ. വേറെ മണ്ണൊന്നല്ല, നമ്മുടെ വീട് പണിയുടെ കുറച്ച് എംസാൻഡ് ബാക്കിയുള്ളത് ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. മിക്ക പണിയും കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ചാക്കൊക്കെ പൊട്ടി തുടങ്ങിയിട്ടോ. ഇനി അതവിടെ വെച്ചാലും നമ്മൾ മുകളിലേക്ക് പണിയുന്ന സമയമാകുമ്പോഴേക്കും എന്തായാലും വേറെ മണ്ണിറക്കേണ്ടി വരും. അപ്പോൾ അത് കൊണ്ടുവന്ന് മുന്നിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മണ്ണ് വലിയ കാര്യമില്ല, പെട്ടെന്ന് പോകും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഒതുക്കുന്ന സ്ഥലത്ത് എന്തായാലും നല്ല ഭംഗിയിൽ കിടന്നോളൂ എന്ന് വെച്ചിട്ട് അത് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പ്രാവശ്യം ചെടി ഒതുക്കുന്നതിനേക്കാൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പ്രാവശ്യം ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കി വെക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടോ ഒതുക്കി കഴിഞ്ഞപ്പോൾ. ചെടി ഒതുക്കിയതിൻ്റെ ഒക്കെ സംഭവം കട്ടിങ്സ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണാമല്ലോ, അല്ലെങ്കിൽ കുറച്ചായി നിങ്ങൾ മറന്നു പോകും ലാസ്റ്റ് എത്തുമ്പോഴേക്കും. പിന്നെ അങ്ങോട്ട് ഒതുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ കൈയിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്ന കാരണം എടുത്ത് വെക്കാനും സുഖമായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒരു വാട്ടർ ലില്ലി ഉണ്ട് കേട്ടോ. അതിപ്പോൾ മൊത്തം പോയി കിടക്കാണ്, അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വാട്ടർ ലില്ലി വെള്ളത്തിൽ വെച്ച സമയത്ത് ആ കൊട്ടയുടെ ഉള്ളിൽ മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഹെൽത്തിന്ന് ഒരു വട്ടം ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കൊതുക് മുട്ടയിടും, അതുകൊണ്ട് അതിൽ മീനില്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അതിൽ മീൻ പിടിച്ചിടണം, അല്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ഫൈൻ അടപ്പിക്കുന്നു. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ശ്രീകുട്ടൻ്റെ അവിടെ പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വരാണ് കേട്ടോ. അപ്പോഴുണ്ട് അതിൽ നിറച്ചു ഒച്ച് കിടക്കുന്നു. അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരെണ്ണത്തിന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. 100 പ്രാവശ്യം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാണ് അത് വേണ്ടടി എന്ന്. പക്ഷേ അത് ഇത്രയും വലിയ പണിയാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഒച്ച് പെരുകി ആ വാട്ടർ ലില്ലി മൊത്തത്തിൽ തിന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലും നിറച്ചായിരുന്നു എൻ്റെ കുട്ടികളും അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ചേച്ചിയും ഒക്കെ ആയിട്ട് ഒക്കെ ശല്യം കേട്ടോ. കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്ന പ്ലാന്റും മൊത്തം കയറി നശിപ്പിക്കുകയാണ്. അങ്ങനെ അവളെ കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ അമ്മ, ഓരോ പണി ചെയ്യുന്നത് അത് പറഞ്ഞിട്ട്. പിന്നെ ഒച്ചിനൊക്കെ പറക്കി ഞങ്ങൾ ദൂരെ കൊണ്ട് കളഞ്ഞു കേട്ടോ. എങ്കിലും വരും, കാരണം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഈ ചെടിയുടെ ഉള്ളിലുണ്ടാവും. കാരണം ഒരു വട്ടം ഞാൻ കുറേ ക്ലീൻ ചെയ്തതാണ്, എന്നിട്ട് വീണ്ടും വന്നു. എങ്കിലും കെടുക്കട്ടെ, പോയെങ്കിലോ. ഇത് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ചെളി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു തവള ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറേ മീനെ തവള പിടിച്ച് തിന്നുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആ കുളത്തിൽ എന്തെങ്കിലും നെറ്റ് കൊണ്ടുവന്നിടണം, അല്ലെങ്കിൽ നമ്മുടെ കാക്കന്മാർക്ക് കുളിക്കലും പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത്തിരി ശരിയാക്കണം. ഇപ്പം എന്തായാലും അതിന് പറ്റിയ വലിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും റെഡിയാക്കി എടുക്കണം. പിന്നെ ആ ഒരു സൈഡ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലവറിങ് പ്ലാന്റിനേക്കാൾ കൂടുതൽ ഇലച്ചെടികളാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഷീറ്റ് അടിച്ച ഭാഗത്ത് വെച്ചാലും വലിയ കുഴപ്പമില്ല, കാരണം ഒക്കെ ഫേൺസൊക്കെയാണ്, അതിനൊന്നും അധികം വെയിൽ വേണ്ട. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കാൻ പറ്റില്ല, കാരണം ഫ്ലവറിങ് പ്ലാന്റിന് അത്യാവശ്യം വെയിൽ വേണം. മുന്നിലൊതുക്കൽ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അധികം റീപ്ലാന്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ പറിച്ചിട്ട് ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കലാണ് കേട്ടോ പണി. ഇവിടെ എന്തോ അധികം അങ്ങനെ ഇല്ല, 1-2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതപ്പോൾ പറിച്ചമ്മ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊതുക്കൽ ഞങ്ങൾ വിചാരിച്ചതിലും സ്പീഡിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ സമയം പോകുമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കള സൈഡിൽ ഒതുക്കൽ ചെയ്യാം, കാരണം അവിടുത്തെ വെയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയിട്ട് ചെയ്യാനും സുഖമാണ്. അവിടെ നമ്മൾ റോസ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്, കാരണം ഇവിടേക്ക് നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ റോസ വലുതാവുള്ളൂ. റോസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മി മുട്ടത്തണ്ട് കൊണ്ടുവന്നതിൻ്റെ ചുറ്റും ഇടും കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും റോസ അങ്ങനെ തന്നെ പുറത്ത് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഈ തുരപ്പനൊക്കെ മാന്തിയിട്ട് ആകെ കുളാക്കും. അങ്ങനെ കുറേ റോസ പോയിട്ടോ. ഇപ്പോൾ ഉള്ളത് ആകെ കുറച്ച് കളക്ഷനേ ഉള്ളൂ. അതിങ്ങനെ റെഡ് തന്നെയാണ്, ഇങ്ങനെ റിപ്പീറ്റേഷൻ. പിന്നെ ഈ അടുത്ത് ഞാൻ പോയി വാങ്ങി വെച്ചതും പിടിച്ചില്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഒന്ന് ഈ തുരപ്പൻ ഇങ്ങനെ കുത്തിയിട്ട് ആകെ നാശമായി പോവാന്നേ. അതുകൊണ്ട് എൻ്റെ പ്ലാന്റ് കേടായി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണതല്ലേ. അപ്പോൾ നമ്മുടെ പൈസയും പോവും, ആകെ സങ്കടമാണ് കേട്ടോ. പ്ലാന്റ് നശിച്ചു പോവും, ആകെ വല്ലാത്തൊരു അവസ്ഥാന്തരമാണ് കേട്ടോ. റോസൊക്കെ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് ഓർക്കിഡ് ബാക്കിയുണ്ട് കേട്ടോ. അതിനും അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലാണ് ഫ്ലവർ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നല്ല വെയിലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ പുളിയുടെ ചോട് വൃത്തിയാക്കിയിട്ട് അതിന് ചുറ്റും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആകെ കാട് പിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ, ചെടികളൊന്നും വെട്ടിക്കൊടുക്കാഞ്ഞിട്ട്. ഇപ്പോൾ തീരെ ഇറങ്ങാൻ സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ എന്തോ ഭയങ്കര കുറേ സ്ഥലം കിട്ടിയ പോലെ ഒരു ഫീല്. അവിടെ ഒതുക്കാൻ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനിങ് ഉണ്ടായിരുന്നു. തുരപ്പം കുത്തിയതും അതും ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെട്ടി നിർത്തിയിട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വെച്ച് കൊടുക്കാം. അവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നതാണ്. ഒന്ന് നമുക്ക് ജറവറയാണ് കേട്ടോ, പിന്നെ അന്ന് വാങ്ങിയ കുറച്ച് പ്ലാന്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളത് പൂവുണ്ടായി കരിഞ്ഞ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല വൃത്തിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഈ ഭാഗമൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് കിണറിൻ്റെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഒതുക്കാനുണ്ട്. അതും നമുക്ക് വേഗം തീർക്കാം കേട്ടോ. ഇപ്രാവശ്യം അത്യാവശ്യം സമയമെടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ചെടികൾക്കും അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ സ്പീഡിൽ എന്തൊക്കെയൊക്കെയോ കാണിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ കാട് പിടിച്ച പോലെ തോന്നും കേട്ടോ. പിന്നെ ചെടികൾ ഇരിക്കുന്ന കാരണം ഈ സൈഡിലേക്ക് നമുക്ക് അങ്ങനെ ഓവറായിട്ട് ഒതുക്കാൻ പറ്റാറില്ല. കൂട്ടത്തിൽ ഉണ്ണി ഇന്ന് മുകളിൽ കയറിയിട്ട് ഷീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റും കൂടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടിച്ചു വരാനുണ്ടായിരുന്നു. പിന്നെ റീപോർട്ടിനുണ്ടായിരുന്ന പ്ലാന്റൊക്കെ ഞാനെടുത്ത് റീപോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് ഇതും കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അവളും ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ റീപോർട്ടിങ്ങൊക്കെ. പിന്നെ എന്താ, ഇനി പ്ലാന്റുകളൊക്കെ എടുത്ത് വയ്ക്കുക. അത് തന്നെയാണ് മെയിനായിട്ടുള്ള പണി. എടുക്കുക, അത്യാവശ്യമുള്ളതൊക്കെ, ആവശ്യമില്ലാത്തതൊക്കെ വെട്ടിക്കളയുക, ബാക്കിയത്തൊക്കെ എടുത്ത് വയ്ക്കുക. കൂട്ടത്തിൽ കളി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കളിയും ചിരിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളാമ്പി പൂ ഉണ്ടായതാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാൻ. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. മാനത്ത് പോയിട്ടാണ് ആശാൻ പൂവുണ്ടാവുക. പിന്നെ കിണറിൻ്റെ സൈഡിലോട്ട് വന്നപ്പോഴുണ്ട് നമ്മൾ കാണാത്തൊരു സൈഡിൽ കുറച്ച് മുളക് പഴുത്ത് നിൽക്കുന്നു. ഇനി എന്തായാലും കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രത്തോളം പഴുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്. അപ്പം നമുക്കിത് പാവാനായിട്ട് എടുക്കാം. കാരണം ഈ മുളക് ചെടി കേടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിലത്ത് വെച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ മുളക് കിട്ടിയിട്ടോ. എങ്കിലിപ്പോൾ പ്ലാന്റ് ഏകദേശം തീർന്നു തുടങ്ങി, മുളകൊക്കെ തീർന്ന് നാശമായി തുടങ്ങി. അപ്പോൾ എന്തായാലും അത് കളയുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത പ്ലാന്റ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. പിന്നെ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഉണ്ണിയുടെ കുറച്ച് തമാശയൊക്കെയാണ് അവിടെ ഉള്ളത്. അതെന്തായാലും ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അവളടുത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ വോയിസ് അല്ലേ കൊടുക്കുന്നത്, അപ്പം നീ അവിടെ കിടന്ന് ഓളെടുത്തിട്ട് എന്താ കാര്യം എന്ന്. പിന്നെ അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് ചില ചെടികളൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നലെ നനച്ചിട്ടില്ലേ, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നനയ്ക്കാനായിട്ട്. പിന്നെ കോഴിപ്പെണ്ണുങ്ങളുടെ തീറ്റവും വെള്ളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കിണറിൻ്റെ സൈഡിൽ വെക്കാനുള്ള ചെടികൾ കുറച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മുളച്ച് വരാനുള്ള പ്ലാന്റുകളാണ് കേട്ടോ അവിടെ നട്ടിട്ടുള്ളത്. കാരണം കുറേ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ മുളച്ച് കിട്ടാനുള്ളതൊക്കെ ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയിട്ട് അത്യാവശ്യം പിടിച്ച് കിട്ടിക്കോളും. പിന്നെ ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇത്ര സമയമായോ, എപ്പോൾ ഇറങ്ങിയതാണെന്ന് അറിയോ. പിന്നെ വേഗം നനച്ചു കൊടുത്തു കേട്ടോ. കാരണം നനച്ചില്ലെങ്കിൽ പിന്നെ പ്ലാന്റൊക്കെ കേടായി പോവില്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്തതിനൊരു ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നനച്ചു, ബാക്കി കുറച്ച് ഉണ്ണിയും കൂടി നനച്ചു കൊടുത്തിട്ടുണ്ട്. നനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ഒതുക്കിയത് നിങ്ങളെ കാണിച്ചു തരണമല്ലോ. പിറ്റേ ദിവസമാണ് നമ്മൾ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഈ വട്ടം ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ പറയാം. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.